Good afternoon. Good afternoon. The previous class we have discussed Java program structure and why main method is declared as public static void main. Clear ആണോ ഈ ഒരു കൺസെപ്റ്റ്? എന്തുകൊണ്ടാണ് മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് void ഡിക്ലെയർ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പബ്ലിക്? Why the main method is declared as public? എന്തുകൊണ്ടായിരിക്കാം പബ്ലിക് എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് മെയിൻ മെത്തേഡ്? To access outside the class. Okay, then why it is declared as static? എന്തുകൊണ്ടായിരിക്കാം സ്റ്റാറ്റിക് എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്? ആഗ്ന, അഖില, ആകർഷ്, അഞ്ജിത, അശ്വിൻ, അശ്വിൻ. സോ എന്താ മീനിങ്? സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ മീനിങ് അവിടെ? ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ, മെയിൻ മെത്തേഡ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ വാട്ട്സ് ദ മീനിങ് ഓഫ് void? എന്തുകൊണ്ടായിരിക്കാം മെയിൻ മെത്തേഡ് void മെയിൻ ഡിക്ലെയർ ചെയ്യുന്നത്? No return value. Do not return a value. Okay, very good. Then what's the meaning of system.out.println? What's the purpose of that statement? And what is system? What is out? What is println? It's a printing statement. Okay. Then what is system? Then what is out? And what is the println? So actually print ചെയ്യാൻ വേണ്ടിയിട്ട് println എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മതി, ഒരു മെത്തേഡ് മതി. Okay. Then why we write as system.out.println? The system is a predefined class in Java. Then
സിസ്റ്റം എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ് ജാവയിലെ. ദെൻ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ ഇൻസൈഡ് ആണെന്ത് പ്രിന്റ് റൈറ്റർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. സോ പ്രിന്റ് റൈറ്റർ ക്ലാസ്സിലെ ഒരു മെത്തേഡാണ് പ്രിന്റ്എൽഎൻ. ദാറ്റ്സ് പ്രിന്റ്എൽഎൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഔട്ട്പുട്ട്. അപ്പോൾ ഡയറക്റ്റ് ആ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ക്രിയേറ്റ് ദി objects of print writer class. So out is the object of print writer class. Okay, so print writer class എവിടെ ഡിഫൈൻ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ പെർട്ടിക്കുലർ മെത്തേഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഓക്കെ, ഓക്കെ അല്ലേ ഈ കോൺസെപ്റ്റ്? So the next topic, Java lexical issues or Java tokens. Then you know this word tokens. So what is it tokens? The tokens are the smallest individual building block or smallest unit of a Java program. Okay, so tokens means it's a smallest individual building blocks or the smallest unit of a Java program. So your Java program is a collection of different types of tokens, comments and white spaces. നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഓരോ പാർട്ട് അതിനാണ് എന്ത് പറയുന്നത് ടോക്കൺസ് എന്ന് പറയാം. നിങ്ങൾ സിയിൽ ടോക്കൺസ് ഡിഫറെൻറ്റ് ടൈപ്സ് ടോക്കൺസ് പഠിച്ചിട്ടുണ്ട്. സെയിം എസ് ഇവിടെ അതുപോലെ തന്നെയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് കീവേഡ്സ്. ദെൻ എ കീവേഡ് ഈസ് എ റിസർവ്ഡ് വേർഡ്, റൈറ്റ്? You cannot use it as a variable name, constant name, etc. So keyword എന്ന് വെച്ചാൽ റിസർവ്ഡ് വേർഡ്. അതിന്റെ മീനിങ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. കമ്പൈലറിന് ഓൾറെഡി അറിയാം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കീവേഡ്. ഓക്കെ, യു cannot ചേഞ്ച് ദാറ്റ് മീനിങ്. ഓക്കെ, സോ ഒരു ജാവയിലെ കീവേഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരു എക്സാമ്പിൾ പറഞ്ഞ കീവേഡിന്. Keyword means it's a pre-defined word അല്ലേ? ഓൾറെഡി മീനിങ് ഡിഫൈൻഡ് ആണ്. നമുക്കൊരിക്കലും അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, മീനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വെരി ഗുഡ് നിഹാരിക. ഇൻഡ്. ഇൻഡ് ഈസ് എ keyword. Then say another some keywords. ഏതൊക്കെയാ കീവേഡ്സ്? float is another keyword. Okay, data type അല്ലാതെ വേറെ കീവേഡ്സ് പറഞ്ഞേ in Java. Class. Class is a keyword. And the public is a keyword. And the static is a keyword. ഇതൊക്കെ കീവേഡ് ആണ്. ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ആണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് മീനിങ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്. Okay, in Java there are 50 reserved words, that is 50 keywords in Java. So these are the keywords in Java. ഓരോ നിങ്ങൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും പഠിക്കും. Then import. Import is a keyword. Return is a keyword. Okay, void is a keyword. And the new is a keyword. Keyword means it is a reserved word. The next one, next token, identifiers. Then identifiers means it's a identifier use ചെയ്യുന്നത് used for naming variable, methods, classes and packages interfaces.
നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾ, മെത്തേഡ്, ക്ലാസ്, പാക്കേജ്, ഇന്റർഫേസ്, ഇതിലൊക്കെ എന്താണ് നെയിം അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിഫയർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് നെയിം അസൈൻ ചെയ്യുന്നു അതുപോലെ തന്നെ. ബട്ട് ഐഡന്റിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫോളോ സം റൂൾസ്. Then what are the rules? The first one, all identifier must start with either a letter or a currency character or a underscore. All identifier must start with either a letter or currency character or a underscore. So identifier is a combination of letter, digits, underscore or currency character. The first rule, all identifier must start with a letter or currency character or a underscore. The second rule, they must not begin with a digit. For example, here ABC is a valid identifier. Then underscore ABC is a valid identifier. But 1AB is not a valid identifier because it starts with a digit. So an identifier must not begin with a digit. Then after the first character, an identifier can have any combination of characters. That means A1, 2, it is a valid identifier, and A1 underscore 2 is a valid identifier. Okay, the next rule, the Java keywords cannot be used as a identifier. So നമ്മൾ നെയിം അസൈൻ ചെയ്യുമ്പോൾ, ഒരു വേരിയബിൾ നെയിം അസൈൻ ചെയ്യുമ്പോൾ ഇൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എന്താ, ഇറ്റ് ഇസ് എ കീവേഡ്. സോ ഈ ഒരു നെയിം അസൈൻ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. സോ ഞാൻ നെക്സ്റ്റ് ഒരു വേരിയബിളിന് നെയിം അസൈൻ ചെയ്യാണ് ക്ലാസ്. ഇതുപോലെ അസൈൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ക്ലാസ് എന്ന് പറയുന്നത് ജാവയിൽ ഒരു കീവേഡ് ആണ്. A Java keywords cannot be used as a identifier. Then identifiers in Java are case sensitive. Then what do you mean by case sensitive? For example, I'm assigning a name to variable just like cat. The variable name ആണ്. Just I'm writing another name, cat. So ഇവിടെ എല്ലാം സ്മോൾ ലെറ്റർ ആണ്, ബട്ട് ഹിയർ എന്താ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ. സോ ബോത്ത് ആർ ഡിഫറെന്റ് വേരിയബിൾ, ഡിഫറെന്റ് ഐഡന്റിഫയർ. ഓക്കെ, ഞാൻ നിങ്ങളുടെ നെയിം ഫോർ എക്സാമ്പിൾ അനുരാഗ്. ഏത് പേര് എഴുതിയാലും അനുരാഗ് തന്നെയാണ്. ബട്ട് ജാവയിൽ എന്താ, കാറ്റ് ഈ ടൈപ്പ് എഴുതിയാലും ഈ ടൈപ്പ് എഴുതിയാലും ഡിഫറെന്റ് ഐഡന്റിഫയേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഐഡന്റിഫയേഴ്സ് ഇൻ ജാവ ആർ കേസ് സെൻസിറ്റീവ്. ദെൻ ദേ ക്യാൻ ബി എനി ലെങ്ത്. ഓക്കെ, നമുക്ക് എനി ലെങ്ത്തിലുള്ള ഐഡന്റിഫയർ യൂസ് ചെയ്യാം. സോ ദീസ് ആർ ദ റൂൾസ് യു ഹാവ് ടു ഫോളോ വെൻ ക്രിയേറ്റിംഗ് എ identifiers. So what are the rules? All the identifier must start with either a letter or currency character or an underscore, and they must not begin with a digit. So after the first character, an identifier can have any combination of characters. Then a Java keywords cannot be used as an identifier. So the identifier in Java are case sensitive. Okay, so they can be any length. So the next, the Java naming convention for the variables and functions. അപ്പോൾ നിങ്ങൾ വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും നെയിം അസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഐഡന്റിഫയേഴ്സും യൂസ് ചെയ്യാം. അതിൻ്റെ റൂൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് നെയിം അസൈൻ ചെയ്യുമ്പോഴും കുറച്ചൊരു കൺവെൻഷൻ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, പ്രോഗ്രാം വർക്ക് ചെയ്യും. ബട്ട് അത് ഫോളോ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ പ്രോഗ്രാം കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആവുന്നത്. For example, in case of variables and functions, നിങ്ങൾ വേരിയബിൾ നെയിം അസൈൻ ചെയ്യുമ്പോൾ എല്ലാ ലെറ്റേഴ്സ് എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം.
ഒരു സിംഗിൾ വേർഡ് ആണെങ്കിൽ each letter have to write small letter. And multiple words ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് വേർഡ് ഫുൾ കംപ്ലീറ്റ് സ്മോൾ ലെറ്ററിൽ എഴുതണം. ആൻഡ് ദ സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. സിംഗിൾ വേർഡ് ആണെങ്കിൽ കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ. മൾട്ടിപ്പിൾ വേർഡ്സ് ആണെങ്കിൽ ഫസ്റ്റ് വേർഡ് കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ ആൻഡ് ദ സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. ഇൻ കേസ് തേർഡ് വേർഡ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ here bank balance, another word is amount. So ഇതൊരു വേരിയബിൾ നെയിം ആണ്. ഇപ്പോൾ ഫസ്റ്റ് വേർഡ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ. ദ സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആൻഡ് തേർഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. ഇതുപോലെയാണ് എന്ത് വേരിയബിൾസിനും ഫങ്ഷൻസിനും നെയിം അസൈൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു നെയിമിംഗ് കൺവെൻഷൻസ്. നെക്സ്റ്റ്, നെയിമിംഗ് കൺവെൻഷൻ ഫോർ ക്ലാസ്സസ് ആൻഡ് ഇന്റർഫേസ്. ഇപ്പോൾ ക്ലാസ്സിനും ഇന്റർഫേസിനും നിങ്ങൾ നെയിം അസൈൻ ചെയ്യുമ്പോൾ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ അസൈൻ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ABC is a class, ABC. ഇനി മൾട്ടിപ്പിൾ വേർഡ്സ് ഉണ്ടെങ്കിലോ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളൊരു പാക്കേജിന് നെയിം അസൈൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എന്താ? സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കും. എത്ര വേർഡ്സ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് എന്താ? സ്മോൾ ലെറ്റർ ആയിട്ട് നെയിം കൊടുക്കും. ഇൻ കേസ് അങ്ങനെ നെയിം അസൈൻ ചെയ്തിട്ടില്ലെങ്കിലും കറക്റ്റ് ആയിരിക്കും പ്രോഗ്രാം. ബട്ട് ഈ ഒരു റൂൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ദെൻ കോൺസ്റ്റന്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്താ? ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. കംപ്ലീറ്റ് അപ്പർ കേസിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്താ ഒരു അണ്ടർസ്കോറും യൂസ് ചെയ്യാം. ഓക്കെ, സോ നെയിം അസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാം. The next token, constant or literals. So what do you mean by constant? Constant means just like a variable. But in the difference എന്ന് പറയുന്നത് their value cannot be modified by program once they are defined. അല്ലേ, ജസ്റ്റ് വേരിയബിൾ ആണ്. ബട്ട് അതിന്റെ കോൺസ്റ്റന്റ് കേസിൽ എന്താ? അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. Okay, so the constant is also known as literals. It's also known as literals. So in Java, these are the constant. That is integral constant, floating point, char, string, boolean. ഇതൊക്കെ എന്താ? കോൺസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആണെങ്കിൽ int a equal to 5. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യാണ്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ അസൈൻ ചെയ്യാണ്. ആൻഡ് ദ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്റർ എന്തായിരിക്കും? ഒരു വേരിയബിൾ എന്തായിരിക്കും? നമ്മൾ ഫ്ലോട്ടിംഗ് അല്ലെ വാല്യൂ അസൈൻ ചെയ്യാണ്. ഫ്രാക്ഷണൽ വാല്യൂ അസൈൻ ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ക്യാരക്ടർ, സ്ട്രിങ്, ബൂളിയൻ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് പഠിക്കും. The next token, separator or special symbols. So in Java, കുറെ സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സിമ്പിളിനും സ്പെഷ്യൽ മീനിങ് ആയിരിക്കും. ദ ഫസ്റ്റ് വൺ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്. സോ സ്ക്വയർ ബ്രാക്കറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും? അറേയിലായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു അല്ലേ. അറേ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ പാരാന്തിസിസ്. എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ഒരു വേർഡിന്റെ കൂടെ പാരാന്തിസിസ് റൈറ്റ് ചെയ്താൽ അതിന്റെ മീനിങ് എന്താ? ദിസ് ഈസ് എ ഫംഗ്ഷൻ. ദെൻ ബ്രേസസ്, കേളി ബ്രേസ്, ഓപ്പൺ ആൻഡ് ക്ലോസ് കേളി ബ്രേസ്. എന്തിനാ യൂസ് ചെയ്യുന്നത്?
സം സ്റ്റേറ്റ്മെന്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെ, കേളി ബ്രേസിന്റെ ഇൻസൈഡ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ കൊമ. കൊമ എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. സേ നിങ്ങളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി ഇതുപോലെ എഴുതുന്നുണ്ട്. അതുപോലെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് എ കോമ ബി. അപ്പോൾ സ്റ്റേറ്റ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്? കൊമ യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്താ? സെമി കോളൻ. സെമി കോളൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? സെമി കോളൻ ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡിങ് മീൻ ചെയ്യാൻ വേണ്ടി സെമി കോളൻ യൂസ് ചെയ്യുന്നു. റൈറ്റ്? നമ്മൾ ഏതൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാലും ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എൻഡ് ചെയ്യുന്നത്? നോർമലി നമ്മളൊരു ഇംഗ്ലീഷ് റൈറ്റ് ചെയ്യുമ്പോൾ, ഒരു ലെറ്റർ സെന്റൻസ് റൈറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാ എൻഡ് ചെയ്യുന്നത്? ഡോട്ട് വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ പ്രോഗ്രാമിംഗ് കേസിൽ എന്താ, ഓരോ സ്റ്റേറ്റ്മെന്റും എങ്ങനെ എൻഡ് ചെയ്യുന്നത്? യൂസിങ് ദ സെമി കോളൻ. ദെൻ വേറെ എവിടെ യൂസ് ചെയ്യുന്നു? ഫോർ ലൂപ്പിന്റെ കേസിൽ നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യുന്നില്ലേ? ഓരോ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 സെമി കോളൻ, ദെൻ ഐ ലെസ് ദാൻ n i പ്ലസ് പ്ലസ്. ദെൻ നെക്സ്റ്റ് സിമ്പിൾ ആസ്ട്രിക്, ദാറ്റ് മീൻസ് സ്റ്റാർ. സ്റ്റാർ എവിടെ യൂസ് ചെയ്യുന്നു? പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർ യൂസ് ചെയ്യാണ്. Then assignment operator. Assignment operator is used to assign the value, right? That means a equal to 5. Then the meaning in the 5 is stored into the variable a. Value assign ചെയ്യാൻ വേണ്ടി assignment operator use ചെയ്യാണ്. These are the special symbols used in the Java program. So ഓരോ സിമ്പിൾസിനും എന്തായാലും സ്പെഷ്യൽ മീനിങ് ആയിരിക്കും. തിയറി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. The next one, operator. The next talk is operator. So operator are the special symbols used for the special purpose. So നിങ്ങളൊരു operator, there are different types of operator, that is unary operator, arithmetic operator, relational operator, bitwise operator, logical operator, and ternary operator, assignment operator. Okay, ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഓപ്പറേറ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് കവർ ചെയ്യും. അതിനു മുന്നേ ഹിയർ എ പ്ലസ് ബി, ഇവിടെ പ്ലസ് എന്താ? ഇറ്റ് ഈസ് എ ഓപ്പറേറ്റർ അല്ലേ? ഇറ്റ്സ് എ ഓപ്പറേറ്റർ. ആൻഡ് ഹിയർ എ ഈസ് എ ഓപ്പറൻഡ്, ബി ഈസ് എ ഓപ്പറൻഡ്. ആക്ച്വലി എന്താ, ഒരു ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ദാറ്റ് ടേക്സ് one or more arguments or operand and operands on them to produce a result. Then the meaning in the this operator, that is the plus operator, add the value of a and b. എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. എ പ്ലസ് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ this symbol is a operator and a and b are the operand. The next talk on white space. The white space means it is used to separate the tokens in the source file. നിങ്ങളുടെ സോഴ്സ് ഫയലിൽ, ഐ മീൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ കുറേ ടോക്കൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ടോക്കൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദി റീഡബിലിറ്റി ഓഫ് ദി സോഴ്സ് കോഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹിയർ ഐ ആം റൈറ്റിംഗ് int I equal to 0. The same statement I am writing int I ഒരു സ്പേസ് ഇട്ടിട്ട് ഈക്വൽ ദ സ്പേസ് 0. ഇവിടെ എന്താ, ഒരു സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ വൈറ്റ് സ്പേസ്. ഇപ്പം ജസ്റ്റ് ആ ടോക്കൺ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. പ്രോഗ്രാം കുറച്ചും കൂടി എന്താ നീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാണ്. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പേസ്, ടാബ്, ന്യൂ ലൈൻ, ഇതൊക്കെ എന്താണ് വൈറ്റ് സ്പേസിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? ഒരു ടാബ് ഇടാണ്, ദെൻ ന്യൂ ലൈൻ. ആക്ച്വലി നിങ്ങൾ പ്രോഗ്രാം കുറച്ച് ഭംഗിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് സ്പേസ് യൂസ് ചെയ്യുന്നത്. സോ യു വാണ്ട് ടു ഇൻക്രീസ് ദ റീഡബിലിറ്റി ഓഫ് യുവർ സോഴ്സ് കോഡ്.
ഓക്കെ, ഇത്രയാണ് ടോക്കൺസ് ഉള്ളത്. സോ വാട്ട് ആർ ദ ടോക്കൺസ്? കീവേഡ്, ഐഡന്റിഫയേഴ്സ്, constant, separator or special symbols, and operators, then white space. ഇത്രയും ഓക്കെ ആണോ എല്ലാവർക്കും? ഓൾറെഡി നിങ്ങൾ സിയിലൊക്കെ പഠിച്ചതാണ് ടോക്കൺസ്. Is it clear? Any doubt? Others please respond. Suhara, Fatima, Shibliya, Gada, Taifal, Punya, Shirij, Sadaf. Okay അല്ലേ? The next concept, garbage collection in Java. That means a process of releasing unused memory. So നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പ്രോഗ്രാം മെയിൻ മെത്തേഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ JVM എന്ത് ചെയ്യും? JVM ആണ് ഇതൊക്കെ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പൊ JVM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെമ്മറിയിൽ ഒരു ഏരിയ, ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹീപ്പ് ഏരിയ. നിങ്ങളുടെ മെമ്മറിയിൽ ഒരു ഹീപ്പ് ഏരിയ ക്രിയേറ്റ് ചെയ്യും. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഈ പെർട്ടിക്കുലർ ഹീപ്പ് ഏരിയയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ ദിസ് ഏരിയ ഈസ് ലിമിറ്റഡ്. നിങ്ങളറിയാം, നിങ്ങളുടെ ഫോൺ തന്നെ സ്റ്റോറേജ് സ്പേസ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റോറേജ് സ്പേസ് ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ അൺവാണ്ടഡ് ഫയൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. ദ സെയിം ഹിയർ, ഈ ഹീപ്പ് ഏരിയ ഫുൾ ആണെങ്കിൽ ലിമിറ്റഡ് ആണ്, മെമ്മറി ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സം ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യും. അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ പറയും ഗാർബേജ് എന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ അൺയൂസ്ഡ് മെമ്മറിനെ റിലീസ് ചെയ്യും. സോ ദ പ്രോസസ് ഓഫ് റിമൂവിങ് unused objects from the heap memory is known as garbage collection. It's a part of memory management in Java. Okay, so what is garbage collection? The process of removing unused object from the heap memory. So other language like C, C++ ഈ ഗാർബേജ് കളക്ഷൻ എന്ന് വെച്ചാൽ മാനുവലി ചെയ്യണം. ബട്ട് ജാവയിൽ എന്താണ്? ഇറ്റ്സ് ഓട്ടോമാറ്റിക് ആണ്. അതായത് ഗാർബേജ് കളക്ഷൻ ഈസ് എ ഓട്ടോമാറ്റിക്. അപ്പോൾ നിങ്ങൾ പെർട്ടിക്കുലർ ഹീപ്പ് ഏരിയന്ന് ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യണം. സോ എല്ലാ ഒബ്ജക്ട്സും റിമൂവ് ചെയ്യില്ല, അൺയൂസ്ഡ് ഒബ്ജക്റ്റിനെ മാത്രം റിമൂവ് ചെയ്യും. സോ കൺസിഡർ ദിസ് ഫിഗർ. ഹിയർ ദർ ഇസ് എ 2 ഒബ്ജക്റ്റ്. ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ആൻഡ് ദിസ് ഈസ് ഓൾസോ ഒബ്ജക്റ്റ്. നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റിന് എന്തായിരിക്കും? ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലെ, വാല്യൂസ് ഉണ്ടാവും. ഇവിടെ ഒബ്ജക്റ്റിന് വെച്ചാൽ 2 ആട്രിബ്യൂട്ട്സിന്റെ A, B, ദാറ്റ്സ് വാല്യൂസ് 3, 4, ആൻഡ് ഹിയർ ഓൾസോ object having 2 attributes, the values are 1 and 2. So ഈ particular object point ചെയ്തിട്ടൊരു reference variable ഉണ്ട്. Here also reference variable is 1. So next എന്ത് ചെയ്യുന്നു? അടുത്ത ഒബ്ജക്റ്റ്, ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേറൊരു വേരിയബിൾ, റെഫറൻസ് വേരിയബിൾ കൂടി പോയിന്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് സേ നിങ്ങളുടെ ക്ലാസ് നെയിം ABC ആണ്. ABC S2 equal to new ABC. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് എന്ത് ഇവിടെ പോയിന്റ് ചെയ്യും അല്ലെ, ഈ വേരിയബിൾ ഇവിടെ പോയിന്റ് ചെയ്യും. അനദർ ഐ എം ക്രിയേറ്റിംഗ് ABC S3 equal to new ABC. അപ്പോൾ S3 എന്ത് ചെയ്യും? ഇതിനെ പോയിന്റ് ചെയ്യും. സോറി,
ജസ്റ്റ് ABC S3 equal to S2. Then S3 എവിടെ പോയിന്റ് ചെയ്യും? ഈ സെയിം ഒബ്ജക്റ്റിന് പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നു? S2 ഈക്വൽ ടു നൾ ആയിട്ട് സെറ്റ് ചെയ്യാണ്. S2 ഈക്വൽ ടു നൾ ആയി സെറ്റ് ചെയ്യുമ്പോൾ എന്താ? ഈ ഒരു കണക്ഷൻ ഇവിടുന്ന് ഡിലീറ്റ് ആവും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്തിട്ട് ഏതൊരു റെഫറൻസ് വേരിയബിൾ ഉണ്ട്? S3 എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിൾ ഉണ്ട്. The next I'm setting S3 equal to null. ഇപ്പൊ എന്താ? ഈ ഒരു കണക്ഷൻ ഇവിടെ എന്ത് ചെയ്യും? ലോസ്റ്റ് ആവും. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കണക്ട് ചെയ്തിട്ട് എന്താ? ഒരു റെഫറൻസ് വേരിയബിളും ഇല്ല. റൈറ്റ്? ഇതെന്താ? ഒരു അൺയൂസ്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ മാറി. അതായത് നിങ്ങൾ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തിട്ട് ഒരു റെഫറൻസ് വേരിയബിൾ ഇല്ലെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് ഓർ ഗാർബേജ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓൾറെഡി പറഞ്ഞാൽ ഗാർബേജ് മീൻസ് അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ്. സോ നമ്മുടെ ഗാർബേജ് കളക്ടർ, അതായത് ഗാർബേജ് കളക്ടറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഈ അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റിന് അൺറീച്ചബിൾ ഒബ്ജക്റ്റ് എന്ന് പറയും. ഈ അൺറീച്ചബിൾ ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, ദെൻ വാട്ട് യു മീൻ ബൈ അൺറീച്ചബിൾ ഒബ്ജക്റ്റ്? An object is said to be unreachable if it does not contain any reference to it. Right? ഈ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് വേരിയബിൾ ഇല്ല. അപ്പൊ എന്ത് പറയാം? ദിസ് ഒബ്ജക്റ്റ് ഈസ് എ അൺറീച്ചബിൾ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹീപ്പ് മെമ്മറിയിലെ എല്ലാ ഒബ്ജക്റ്റിനെയും റിമൂവ് ചെയ്യില്ല. ഏത് ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുന്നത്? അൺറീച്ചബിൾ ഒബ്ജക്റ്റിനെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു ഒബ്ജക്റ്റ് യാതൊരു യൂസും ഇല്ല മെമ്മറിയിൽ. ഓക്കെ, ആൻഡ് there is a method in here, the finalize method. ഇതൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ഗാർബേജ് കളക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ബട്ട് ജാവയിൽ ഒരു ഫൈനലൈസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഒരു ഫൈനലൈസ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. നമുക്ക് എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്താലും എന്താ? ഗാർബേജ് കളക്ഷൻ നടക്കാം. Okay, so this method perform the cleanup processing. ഈ ഒരു ഗാർബേജ് കളക്ഷൻ വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഒരാൾക്ക് മാനുവലി ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? യൂസിങ് ദിസ് ഫൈനലൈസ് മെത്തേഡ്. സോ JVM ആണ് ഈ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഒക്കെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഒബ്ജക്റ്റിനെ ആയിരിക്കും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത്? അൺറീച്ചബിൾ ഒബ്ജക്റ്റിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. ബട്ട് അവിടെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ കീവേഡ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ, സേ ക്ലാസ് നെയിം AB ഈക്വൽ ടു ന്യൂ ABC. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കുറേ മെത്തേഡ് ഉണ്ട്. നമ്മൾ ന്യൂ മെത്തേഡ് മാത്രമേ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. അപ്പം ന്യൂ വെച്ചിട്ടാണ് നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അൺറെഫറൻസ്ഡ് ആയാൽ അതിനാര് ക്ലീൻ ചെയ്യും? JVM ക്ലീൻ ചെയ്യും. ഓക്കെ, അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? യൂസിങ് ഫൈനലൈസ് മെത്തേഡ് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. ഇനി ഈ എല്ലാ ടൈമിലും നമ്മുടെ മെമ്മറി ഫുൾ ആണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഹീപ്പ് ഏരിയ കംപ്ലീറ്റ് ഫുള്ളായി, അല്ലെങ്കിൽ ഹീപ്പ് ഏരിയയിൽ ഒബ്ജക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യണം. എല്ലാ ടൈമും JVM എന്താ?
പെർട്ടിക്കുലർ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് പെർഫോം ചെയ്യില്ല. ഓരോ ടൈമിലും ഇപ്പം സപ്പോസ് നിങ്ങളുടെ മെമ്മറിയിൽ ഒരു അൺറെഫറൻസ് ഒബ്ജക്റ്റ് ഉണ്ട്, ദെൻ മെമ്മറി ഫുൾ എന്താ ഫ്രീ ആണ്. ഈ ടൈമിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മെമ്മറി ഫുൾ ആവുന്ന ടൈമിൽ മാത്രമേ JVM എന്ത് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ ഫൈനലൈസ് മെത്തേഡ് കൂടെ വേറൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് GC മെത്തേഡ്. ജസ്റ്റ് ഓർത്തിരിക്കുക, GC മെത്തേഡ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ JVM-നോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ JVM മെമ്മറി ഫുൾ ആണെങ്കിൽ മാത്രമേ എന്താ ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് എന്താ എക്സ്പ്ലിസിറ്റ്ലി ഗാർബേജ് കളക്ഷന് വേണ്ടിയിട്ട് JVM-നെ റിക്വസ്റ്റ് ചെയ്യാം. ഇങ്ങനെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ യൂസിങ് ദ GC മെത്തേഡ്. ജാവയിൽ ഒരു GC മെത്തേഡ് ഉണ്ട്. സോ ഈ മെത്തേഡ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യാണ്. അതായത് JVM-നോട് പറയുന്നു എന്താ ഇങ്ങനൊരു ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് ആർക്ക് കൊടുക്കുന്നു, JVM-ന് കൊടുക്കുന്നു യൂസിങ് GC മെത്തേഡ്. ബട്ട് ഈ മെത്തേഡ് ഇൻവോക്ക് ചെയ്യുമ്പോൾ JVM ആ ഒരു പെർട്ടിക്കുലർ ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതായത് പെർട്ടിക്കുലർ മെമ്മറിന്ന് എന്താ ഈ ഒരു പെർട്ടിക്കുലർ ഗാർബേജ് കളക്ഷൻ പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ബട്ട് JVM എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം ആവുമ്പോൾ മാത്രം എന്താണ് ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ജസ്റ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കാനാണ് എന്ത് GC മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിലീസിങ് അൺയൂസ്ഡ് മെമ്മറി. ഓക്കെ, സോ എന്താ അൺയൂസ്ഡ് മെമ്മറി എന്ന് വെച്ചാൽ അൺറീച്ചബിൾ ഓബ്ജക്റ്റ് അല്ലെ, അൺറീച്ചബിൾ ഓബ്ജക്ട്സിനെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, എന്താ അൺറീച്ചബിൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്? an object is said to be unreachable if it doesn't contain any reference to it. അല്ലെ, ഒരു റെഫറൻസ് വേരിയബിളും അതിനെ പോയിന്റ് ചെയ്യുന്നില്ല. ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ എന്ത് പറയുന്നത്? അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ്. അപ്പൊ JVM എന്താ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ മാത്രം എന്താണ് ക്ലീൻ ചെയ്യും അല്ലെ മെമ്മറിയിൽ നിന്ന്. അല്ലെങ്കിൽ എന്താ ഫൈനലൈസ് മെത്തേഡ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് പ്രോഗ്രാമിൽ എക്സ്പ്ലിസിറ്റ്ലി JVM-നോട് പറയണം എന്ത് പെർട്ടിക്കുലർ മെമ്മറിയിൽ ഹീപ്പ് മെമ്മറിയിൽ സം അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യും? GC മെത്തേഡ് യൂസ് ചെയ്യും. ഈ GC മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഗാർബേജ് കളക്ഷന് വേണ്ടി JVM-ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ദെൻ JVM എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ടൈം ആകുമ്പോൾ എന്താ ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇത്രയും ഓക്കെ ആണോ? അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ഗാർബേജ് കളക്ഷൻ, വാട്ട് യു മീൻ ബൈ അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ്. എന്താ അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? What do you mean by unreferenced object? What is it? Unreferenced object, unused objects. Okay, എന്തുകൊണ്ട് അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തിട്ട് ഒരു റെഫറൻസ് വേരിയബിൾ ഇല്ല. നിങ്ങൾ ഗാർബേജ് കളക്ഷന്റെ കേസിൽ ഗാർബേജ് എന്ന് പറയുന്നത് എന്താ? ഈ അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനെ ആയിരിക്കും എന്ത് റിമൂവ് ചെയ്യുന്നത് ഫ്രം ഹീപ്പ് മെമ്മറി. ഓക്കെ, the next attendance please.